ക്രിസ്റ്റിയെ ഗ്ലോറി വിളിച്ച കാറിലേക്ക് നീരവും വെങ്കിയും ചേർന്ന് കയറ്റി പിൻസീറ്റിലേക്ക് ചാരിക്കിടത്തി. അപ്പോഴും ക്രിസ്റ്റി നല്ല മയക്കത്തിലായിരുന്നു. ഗ്ലോറി, നീ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ ഈ തീരുമാനം എടുക്കുന്നത്. മെമ്മറി ലോസായ ഇവനെയും കൊണ്ട് അറിഞ്ഞൂടാത്തൊരു നാട്ടിൽ പോയി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഇവിടെ നമുക്കിടയിൽ കഴിയുന്നതല്ലേ. ഇവിടെയാവുമ്പോൾ നിന്റെ ഏതാവശ്യത്തിനും ഞങ്ങളെല്ലാവരും അടുത്ത് തന്നെ ഉണ്ടായിരിക്കില്ലേ? നീരവ് അവളെ നോക്കി പറഞ്ഞു. അവനിപ്പോൾ പഴയതൊക്കെ മറന്നേ ഉള്ളൂ. പക്ഷേ പുതിയൊരു ജീവിതത്തിലേക്ക് ഞാൻ പകർന്നു കൊടുക്കുന്ന പുതിയൊരു ക്രിസ്റ്റിയായി മാറാൻ അവന് കഴിയും. അതിന് ഈ നാട് വേണ്ട. ഇവിടെ നിൽക്കുമ്പോൾ പഴയത് പലതും എന്നെ വേട്ടയാടിയെന്ന് വരാം. അത് പാടില്ല. അതുകൊണ്ട് ഞങ്ങൾ പോകുക. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ കഴിയുന്നത് കാണാൻ, എൻ്റെ സ്നേഹം പൂർണ്ണമായി അറിഞ്ഞ് എനിക്ക് വേണ്ടി ജീവിക്കുന്ന എൻ്റെ പുതിയൊരു ക്രിസ്റ്റിയെയും കൂട്ടി നിങ്ങളുടെ എല്ലാവരുടെയും കാണാൻ ഞാൻ വരും. അത്രയും പറഞ്ഞ് അവൾ വെങ്കിയെയും നീരജിനെയും നീരവിനെയും ചേർത്ത് കെട്ടിപ്പിടിച്ച് കുറച്ചു നേരം കരഞ്ഞു. അവരുടെ അവസ്ഥയും അതുതന്നെയായിരുന്നു. പിന്നെ ആരെയും നോക്കാതെ വേഗം കാറിൽ കയറി. അവൾ അവിടുന്ന് പോകുമ്പോൾ അവൾക്കായി ആ 3 പേരുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് ആ മണ്ണിലേക്ക് അടർന്നു വീണിരുന്നു. ബദ്രി രാവിലെ കാണണമെന്ന് പറഞ്ഞതുകൊണ്ട് അവൻ വരുന്ന വഴി അവനെ കാത്തു നിൽക്കുകയായിരുന്നു ഋഷിയും അപ്പവും അമ്മുവും മഞ്ജുവും. ബദ്രി കാർ ഒരു സൈഡിൽ പാർക്ക് ചെയ്തു. അതിൽ നിന്നിറങ്ങുമ്പോൾ തന്നെ അവരെ ഒന്ന് നോക്കി. അതിനുശേഷം ഡോർ അടച്ച് അവർക്ക് മുന്നിലായി വന്നു നിന്നുകൊണ്ട് പറഞ്ഞു, ഒരുപാട് നേരായി വന്നിട്ട്? ഏയ്, ഞങ്ങളിപ്പോൾ വന്നതല്ലേ ഉള്ളൂ. ഋഷി അവനെ നോക്കി പറഞ്ഞു. ഞാൻ കാണണമെന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. അന്ന് ഞാൻ കാരണമല്ലേ എൻ്റെ ഫാക്ടറിയിൽ നിന്നും നിങ്ങൾക്ക് ഇറങ്ങേണ്ടി വന്നത്. അതുകൊണ്ട് തിരിച്ചു വീണ്ടും അവിടേക്ക് തന്നെ വരണമെന്ന് പറയാനാണ് ഞാൻ വന്നത്. ഇനി വരുന്നതിൽ വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ നിങ്ങൾക്ക്? ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട്? ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ എന്ത് പക്ഷേ? അന്നത്തെ ആ സംഭവമാണ് എങ്കിൽ അത് കാര്യമാക്കേണ്ട. നിങ്ങൾ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നത് ഞാനായിരിക്കും. ആരും നിങ്ങൾക്ക് നേരെ ഒരക്ഷരം പോലും മിണ്ടില്ല. പോരെ? പിന്നെ പഴയ പോലെയല്ല. നിങ്ങളെ ഞാൻ തന്നെ വീണ്ടും അവിടേക്ക് കൊണ്ടുപോകുമ്പോൾ ഉത്തരവാദിത്തം കൂടുകയാണ്. അവിടെ എല്ലാത്തിലും ഋഷിയുടെ ഒരു കണ്ണ് വേണം. ഒപ്പം അവിടെയുള്ള സ്റ്റാഫിലെല്ലാം നിങ്ങളുടെയും. അവരെ നിയന്ത്രിക്കാൻ നിങ്ങൾ ഫുൾ സപ്പോർട്ടുണ്ട്. ആരും നിങ്ങളെ ഒന്നിനും ചോദ്യം ചെയ്യില്ല. ഫാക്ടറിയിൽ ഒരുപാട് തിരുമറി നടക്കുന്നുണ്ട്. ഞാനില്ലാത്തത് കൊണ്ട് എല്ലായിടത്തും എനിക്കോ പ്രണവിനോ വിജിത്തിനോ ശ്രദ്ധിക്കാനായില്ലെന്ന് വരും. അതാ ഋഷിയെയും നിങ്ങളെയും അവിടുത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറഞ്ഞത്. നിങ്ങളിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ബദ്രി അത് പറഞ്ഞിട്ട് അവരെയെല്ലാം മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു, എന്താരും പറയാത്തത്? ഞങ്ങൾ വരാം ബദ്രി. ഞങ്ങളുടെ രുദ്രയ്ക്ക് വേണ്ടി മാത്രമല്ല, ഞങ്ങളുടെ രുദ്രയെ ഇന്ന് ഞങ്ങളെക്കാളേറെ സ്നേഹിക്കുന്ന ബദ്രിക്ക് വേണ്ടിയും തന്നെ ഞങ്ങൾ വരും. മതി, അത് കേട്ടാൽ മതി എനിക്ക്. എങ്കിൽ പിന്നെ നാളെ തന്നെ ജോയിൻ ചെയ്യുമല്ലേ നിങ്ങൾ? അപ്പോൾ പിന്നെ ഇപ്പം ജോലി ചെയ്യുന്നിടത്തു നിന്നും ഇന്ന് തന്നെ ഇറങ്ങുവല്ലേ? അതെ ഏട്ടാ, ഇന്ന് തന്നെ ഇറങ്ങുക നമ്മൾ അവിടെ നിന്നും. അമ്മു അവനെ നോക്കി പറഞ്ഞു. എന്നാൽ പിന്നെ ഞാൻ പോകുക. നാളെ ഫാക്ടറിയിൽ വെച്ച് കാണാം നമുക്ക്. തൽക്കാലം ഇത് രുദ്ര അറിയേണ്ട കേട്ടോ. അയാളോട് നിങ്ങൾക്ക് ജോലിക്ക് കയറിയ ശേഷം പറയാം. അതുവരെ സസ്പെൻസ്. ഓക്കെ? അത് ഞങ്ങൾ ഏറ്റുവേട്ടാ. അമ്മു അവനെ നോക്കി പറയുമ്പോൾ ബദ്രി ഒരു ചിരിയോടെ അവിടെ നിന്ന് പോയി. അപ്പു ഋഷിയെ നോക്കി പറഞ്ഞു, ബദ്രിയേട്ടൻ ഒരുപാട് മാറിപ്പോയില്ലേ? എങ്ങനെ മാറാതിരിക്കും? നമ്മുടെ രുദ്രയല്ലേ ഏട്ടൻ്റെ കൂടെയുള്ളത്. അവൾ കൂടെയുണ്ടെങ്കിൽ ഏട്ടനല്ല ആരായാലും മാറിപ്പോകും. മഞ്ജു അത് പറയുമ്പോൾ എല്ലാവരുടെയും ചുണ്ടിലൊരു പുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു. ബദ്രി വരുമ്പോൾ വിജിത്തും പ്രണവും അവനെ കാത്തു മുന്നിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവരെ കണ്ടിട്ടും കാണാത്തതുപോലെ ബദ്രി ക്യാബിനിൽ കയറിയിരുന്നതും പ്രണവനെ നേർക്കായി വന്നു നിന്നുകൊണ്ട് ചോദിച്ചു, അല്ലടാ, ഈ ഇടയായി രാത്രി കാലങ്ങളിൽ നിനക്ക് തീരെ ഉറക്കം കിട്ടുന്നില്ലെന്ന് വിജി പറഞ്ഞു. എന്തു പറ്റിയടാ? ഇനി വല്ല ഡോക്ടറെ കാണിക്കണോ നിന്നെ? അതെ, നിനക്കൊന്നും അപ്പുറത്ത് വേറെ പണിയില്ലേ? ഞങ്ങൾ ഞങ്ങളുടെ ജോലിയൊക്കെ നന്നായി തന്നെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് നീ ആ പേരും പറഞ്ഞ് ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം തരാതെ ഞങ്ങൾ ഇവിടുന്ന് ഓടിക്കാമെന്ന് നോക്കണ്ട. അല്ല പ്രണവേട്ടാ, എനിക്കൊരു സംശയം. ഈ ഭാര്യയ്ക്കൊപ്പം കിടക്കാൻ പറ്റില്ലെന്ന് കരുതി മനുഷ്യന്മാരൊരുമാതിരി ഭ്രാന്തിലകി നടക്കുമോ? അതെ, അതിവിടെ കെട്ടാതെ നിൽക്കുന്ന എന്നോട് തന്നെ ചോദിക്കണം. ഇതിലൊക്കെ എന്നേക്കാൾ അറിവ് നിന്റെ ഏട്ടനല്ലേ? അങ്ങോട്ട് തന്നെ നേരിട്ട് ചോദിക്ക്. അതിനുള്ള ആൻസർ അവൻ തന്നെ കയ്യോടെ തന്നോളും. ബദ്രി ഇരുന്നിടത്തുനിന്നും ചാടി എഴുന്നേറ്റ് അവർക്ക് 2 പേർക്ക് മുൻപിലായി വന്നു നിന്നുകൊണ്ട് പറഞ്ഞു, ഓഫീസിൽ വരുമ്പോൾ ഇമാതിരി സംസാരവും മറ്റുമായി വരുന്നതെന്ന് ഞാൻ 2 പേരോടും പറഞ്ഞിട്ടുണ്ട്.
എന്നിട്ടും കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ നിന്നെയൊക്കെ എങ്ങനെ ശരിയാക്കണമെന്ന് എനിക്കറിയാം. അത് പറഞ്ഞ് ഭദ്ര അവന്മാരുടെ ചെവിക്ക് പിടിക്കാനാഞ്ഞതും ഡോറ് തുറന്ന് അകത്തേക്ക് കീർത്തി വന്നു. അവൾക്ക് പിന്നാലെ പ്രിയങ്കയും. അവരെ രണ്ടാളെയും കണ്ടപ്പോൾ തന്നെ പ്രണവിൻ്റെയും വിജിത്തിൻ്റെയും കണ്ണുകൾ വിടർന്നു. എന്നാൽ അത് പാടെ അവഗണിച്ചുകൊണ്ട് അവർ രണ്ടാളും ഭദ്രയുടെ മുൻപിലായി വന്നു നിന്നു. അല്ല, ഇതെന്താ പ്രിയയുമുണ്ടല്ലോ കീർത്തിക്കൊപ്പം. ഇന്നെന്താ ഹോസ്പിറ്റൽ പോയില്ല നീ? ഞങ്ങൾക്ക് രണ്ടാൾക്കും ഭദ്രയേട്ടനെ കാണേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതാ ഉച്ചയ്ക്ക് ശേഷം ലീവ് എഴുതി കൊടുത്തിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്നെ കാണേണ്ട എന്താവശ്യമാ രണ്ടാൾക്കും ഉള്ളത്? ഭദ്ര അത് ചോദിക്കുമ്പോൾ പ്രിയങ്കയും കീർത്തിയും പരസ്പരം ഒന്ന് നോക്കി. എന്നവസാനം കീർത്തി തന്നെ കാര്യം അവതരിപ്പിച്ചു. ഭദ്രയേട്ടൻ അറിയാമോ, ഏട്ടൻ്റെ മാരേജ് കഴിഞ്ഞാലേ നമ്മുടെ കാര്യത്തിൽ ഒരു നീക്കുപോക്കുണ്ടാവോ എന്നതായിരുന്നു പ്രണവേട്ടൻ പറഞ്ഞിരുന്നത്. എന്നാലിപ്പോൾ ഏട്ടൻ സെറ്റിലായി. അതിനുശേഷം വീണ്ടും നമ്മുടെ കാര്യം വന്നപ്പോൾ പ്രിയങ്കയുടെ കാര്യം പറഞ്ഞൊഴിഞ്ഞു മാറി. ഇപ്പോഴാണെങ്കിൽ പ്രിയയും വിജിത്തും ഒന്നാവുകയും ചെയ്തു. വീട്ടിൽ തന്നെ ഒരുപാട് പ്രപ്പോസൽ വരുന്നുണ്ട്. അതും അച്ഛൻ്റെയും അമ്മയുടെയും ബന്ധത്തിൽ നിന്ന് തന്നെ. അച്ഛനും അമ്മയ്ക്കും പ്രണവേട്ടൻ്റെ കാര്യം അറിയാവുന്നത് കൊണ്ട് ഏട്ടനോട് പറഞ്ഞു. പെട്ടെന്ന് നമ്മുടെ കാര്യത്തിലൊരു തീരുമാനമെടുക്കാനാ പറഞ്ഞേ. ഈ കാര്യം പറയാൻ അച്ഛൻ തന്നെ പലതവണ പ്രണവേട്ടനെ വിളിച്ചു, എടുത്തില്ല. ഇനിയും ഇങ്ങനെ ഇട്ടു വേദനിപ്പിക്കരുതെന്ന് ഏട്ടൻ പറയണം. എത്ര കാലമെന്ന് വെച്ചാൽ ഒരാൾക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നത്? ഭദ്ര പ്രണവിനെ ഒന്ന് നോക്കി. എന്താ പ്രണവ് ഇത്? നിന്നിൽ നിന്നും ഞാൻ ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചത്. എന്നെ ഉപദേശിക്കാനും മറ്റു 100 നാവുണ്ടല്ലോ നിനക്ക്. എന്നിട്ട് സ്വന്തം കാര്യം വന്നപ്പോൾ അതൊക്കെ എവിടെ പോയി? പ്രിയ നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെയാടാ കല്യാണം കഴിക്കുന്നേ? അവളതേ ഇവൻ്റെ കയ്യിൽ പിടിച്ചേൽപ്പിച്ചിട്ട് മതി എന്ന് കരുതിയാ ഞാനൊന്നും പറയാതിരുന്നത്. അല്ലാതെ ഇവളെ വിഷമിപ്പിക്കണമെന്ന് കരുതിയല്ല. പ്രിയയുടെ കാര്യം ഓർത്താണെങ്കിൽ നീ ടെൻഷൻ അടിക്കേണ്ട. അവൾ ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെ എൻ്റെ അനിയൻ്റെ പെണ്ണായി വരേയുള്ളൂ. ഞാൻ പറഞ്ഞ ഇന്നിമിഷമായാലും അവൻ അവളെ കെട്ടും. അല്ലേടാ വിജി? അതിനവൻ അതേന്ന് തലയാട്ടിയ ശേഷം പറഞ്ഞു. ഏട്ടാ, അതല്ല, നമ്മളിപ്പോൾ ഒന്ന് സെറ്റായി വന്നതല്ലേ ഉള്ളൂ. അതിനു മുന്നേ കല്യാണം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പ്രേമിച്ചൊക്കെ നടന്നിട്ട് പോരെ ഈ കല്യാണം. വേണമെങ്കിൽ പ്രണവേടിൻ്റെയും കീർത്തിയുടെയും കല്യാണം നടന്നോട്ടെ, ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല. എന്നാൽ എനിക്ക് എതിർപ്പുണ്ട്. നീ അധികം അങ്ങനെ പ്രേമിച്ച് നടക്കേണ്ട. കല്യാണം കഴിഞ്ഞാലും അതിനൊക്കെ പറ്റും. അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു. രണ്ടുപേരും സമ്മതിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ ഈ തീരുമാനമേ നടക്കൂ. ഞാൻ നടക്കാൻ സമ്മതിക്കുകയുള്ളൂ. അത്രയും പറഞ്ഞ് അവരെ ഇരുവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. എത്രയും വേഗം നിങ്ങളുടെ രണ്ടാളുടെയും കല്യാണം ഞാൻ നടത്തിയിരിക്കും. അതും ഒരേ മുഹൂർത്തത്തിൽ ഒരേ പന്തലിൽ വെച്ച് തന്നെ 2 കല്യാണവും നടക്കും. കീർത്തിയുടെ അച്ഛനോട് അടുത്ത് വരുന്ന ഒരു ദിവസം നോക്കി തന്നെ ഞാനും രുദ്രയും കൂടെ വന്ന് സംസാരിച്ചോളാം. ഇനി ഇതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? എതിർപ്പുണ്ടെങ്കിൽ ഇപ്പോൾ പറയണം. ഇനി എന്ത് പറയാൻ? എല്ലാം നീ തീരുമാനിച്ചു കഴിഞ്ഞില്ലേ. അതുകൊണ്ട് ഇനി പറഞ്ഞിട്ടും കാര്യമില്ല. എന്നാൽ ഇത് കേട്ടതും കീർത്തിയുടെയും പ്രിയയുടെയും മുഖം കൂടുതൽ ശോഭിച്ചു. അവർ ഭദ്രയെ നോക്കി. താങ്ക് യു ഏട്ടാ എന്ന് സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ ഭദ്ര പ്രണവിനെയും വിജിത്തിനെയും നോക്കി പറഞ്ഞു. നിങ്ങൾക്ക് 2 പേർക്കും ലൈഫിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വിലപിടിപ്പുള്ള നിധി തന്നെയാണ് കീർത്തിയും പ്രിയയും. എനിക്കെൻ്റെ രുദ്രയെ കിട്ടിയതുപോലെ. എന്തോ എങ്ങനെ? അവളെ കെട്ടാൻ പറഞ്ഞപ്പോൾ കേട്ടില്ല. എനിക്കവളെ ഇഷ്ടമല്ല എന്നൊക്കെ പഞ്ച ഡയലോഗ് അടിച്ചവനായവൻ. ആ ഇവനെ കൊണ്ട് അവളെ കെട്ടിക്കാൻ ഞാൻ കഷ്ടപ്പെട്ടു. അപ്പോൾ കണ്ടോ, എവിടെ എന്ത് പറഞ്ഞാലും അവൻ്റെ രുദ്ര. അതിനർത്ഥം എൻ്റെ പെങ്ങൾ നിസ്സാരകാരിയല്ല എന്നല്ലേ? അത്രയും പറഞ്ഞ് ഭദ്രയെ ഓരോന്ന് പറഞ്ഞ് പ്രണവ് കളിയാക്കി ചിരിക്കുമ്പോൾ വിജിത്തും അതിനൊപ്പം കൂടി. പതുക്കെ അതിലേക്ക് ഭദ്രയും അതെല്ലാം ആസ്വദിച്ചുകൊണ്ട് അവർക്കൊപ്പം തന്നെ ചേർന്നു. ഓഫീസിൽ നിന്ന് വന്ന് ഫ്രഷായി ഭദ്ര താഴേക്ക് വരുമ്പോൾ രുദ്ര കിടക്കുന്ന റൂമിലെ ഡോറ് തുറന്നു കിടക്കുന്നതാണ് കണ്ടത്. മുന്നിൽ തന്നെ ആരെയും കാണാത്തത് കൊണ്ട് ഭദ്ര വേഗം അകത്തേക്ക് കയറി. അവിടെ ബെഡിലിരുന്ന് സ്വയം കാലുകൾ തിരുമാൻ പാടുപെടുന്ന രുദ്രയെ കണ്ടതും ഭദ്ര അവളുടെ അടുത്തായി വന്നിരുന്നു. എന്താടി, എന്തു പറ്റിയതാ കാലിന്? അത് പിന്നെ അറിയാതെ സ്റ്റെപ്പ് ഇറങ്ങുന്ന വഴി കാലൊന്നുളുക്കി. നിനക്കെന്താ നോക്കി നടക്കാൻ അറിയില്ലേ? നോക്കി തന്നെയാ നടന്നേ, പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല ഞാൻ. രുദ്ര അത് പറയുമ്പോഴേക്കും ഭദ്രയുടെ കരം രുദ്രയുടെ കാലിൽ പതിഞ്ഞിരുന്നു. ഏട്ടന് എന്ത് ചെയ്യാൻ പോകുക? കണ്ടൂടെ, ഞാൻ എൻ്റെ ഭാര്യയുടെ കാല് തിരുമ്മി തരാൻ പോകുക. അയ്യോ വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഇതെനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഏട്ടൻ പോയിക്കോ, ഞാൻ ചെയ്തോളാം. പറഞ്ഞാൽ കേട്ടില്ലെന്നുണ്ടെങ്കിൽ നല്ല വീക്ക് വെച്ചു തരും ഞാൻ. മര്യാദയ്ക്ക് അടങ്ങിയിരുന്നോണം, കേട്ടല്ലോ? അത്രയും പറഞ്ഞ ഭദ്ര രുദ്രയുടെ കാലുകൾ പിടിച്ച് തിരുമാൻ തുടങ്ങിയിരുന്നു.
രുദ്രയ്ക്ക് അത് കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ പുറത്തേക്ക് ചാടിയതും അവൾ തൻ്റെ കരങ്ങൾ കൊണ്ട് ഒപ്പിയെടുത്തു. ഭദ്ര തല ഉയർത്തി അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു, എന്തേ കരഞ്ഞു നീ? ഏയ് ഒന്നുമില്ല, ചെറിയ തലവേദന പോലെ, അതാ. രുദ്ര ഭദ്രയെ നോക്കി ചെറുതായി ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും ഭദ്ര ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് രുദ്രയുടെ അടുത്തായി വന്നിരുന്നു. അവളുടെ തലയിൽ അവൻ്റെ കരങ്ങൾ കൊണ്ട് പിടിച്ച് തന്നിലേക്ക് അവളെ ചേർത്ത് പിടിച്ച് നന്നായി മസാജ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയിരുന്നു. ഇപ്പോൾ വേദന കുറവുണ്ടോ? ഭദ്ര അത് ചോദിക്കുമ്പോൾ രുദ്ര ഒന്നും മിണ്ടാതെ അവനിലേക്ക് ചേർന്നു തന്നെ അങ്ങനെ ഇരുന്നു. ഏറെ നേരം കഴിഞ്ഞും അവളൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും ഭദ്ര രുദ്രയെ പതുക്കെ അവനിൽ നിന്ന് മടർത്തി മാറ്റിയിരുന്നു. ഒന്ന് ഉറങ്ങി എണീക്കുമ്പോൾ എല്ലാം ശരിയായിക്കോളും. അത്രയും പറഞ്ഞ് രുദ്രയെ ബെഡിലേക്ക് കിടത്തിയ ശേഷം ഭദ്ര അവളെ നന്നായി പുതപ്പിച്ച് അവളുടെ തലയിൽ മെല്ലെ തലോടിയ ശേഷം പുറത്തേക്ക് വരാൻ നിന്നതും മുന്നിലായി വിജയലക്ഷ്മിയും വൈഷുവും നിൽപ്പുണ്ടായിരുന്നു. അവരെ കണ്ടിട്ടും ഒന്നും മിണ്ടാതെ മറികടന്ന് പോകാൻ നിന്ന ഭദ്രയെ വിജയലക്ഷ്മി വിളിച്ചു. നിനക്കെന്താ ഇവിടെ കാര്യം? അവൾക്ക് വയ്യുന്നത് കണ്ട് ഹെൽപ്പ് ചെയ്യാൻ വന്നതാ ഞാൻ. അതിനിവിടെ ഞങ്ങളുണ്ട്. തൽക്കാലം മോൾക്കിപ്പോൾ നിന്റെ ആവശ്യമില്ല, കേട്ടല്ലോ. നിന്റെ ഇവിടെ കിടന്നുള്ള ചുറ്റിക്കളി ഞാൻ അറിയുന്നില്ലെന്ന് കരുതണ്ട. ഇനി 2 ദിവസം കൂടെ ഉണ്ട് മോൾക്ക് വ്രതം. അതുവരെ നിന്നെ ഈ പരിസരത്ത് കാണാൻ പാടില്ല. കണ്ട മോളെയും കൊണ്ട് 2 ദിവസത്തേക്ക് ഞാൻ വേറെ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. വിജയലക്ഷ്മി അത് പറയുമ്പോൾ ഭദ്ര ആരെയും നോക്കാതെ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോയിരുന്നു. നീ ഒരു കാര്യം ചെയ്യ്, ഇന്നൊരു ദിവസത്തേക്ക് മോൾക്കൊപ്പം ഈ റൂമിൽ കിടന്നു. ഒന്നാമത് വീണതല്ലേ ഇന്നവൾ, അതിൻ്റെ ബുദ്ധിമുട്ട് കാണും. രാത്രി എന്തേലും ആവശ്യം വന്നാലോ, അതാ. എന്ന് കരുതി പോത്തുപോലെ കിടന്നുറങ്ങിയേക്കരുത്. മോളടുത്ത് ഒരു ശ്രദ്ധ വേണം, മനസ്സിലായോ? വൈഷുവിനെ നോക്കി വിജയലക്ഷ്മി അത് പറയുമ്പോൾ അവൾ അവരെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മനസ്സിലായി. എന്നാ പിന്നെ വന്ന് വല്ലതും കഴിച്ചിട്ട് മോൾക്കുള്ള ഭക്ഷണം കൂടെ എടുത്തിട്ട് പോകാൻ നോക്ക്. അത്രയും പറഞ്ഞ് വിജയലക്ഷ്മി അടുക്കളയിലേക്ക് പോകുമ്പോൾ അവർക്ക് പിന്നാലെ തന്നെ വൈഷുവം വെച്ച് പിടിച്ചിരുന്നു. ഭദ്ര തന്നെ പിറ്റേന്ന് ഋഷിയെയും എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഫാക്ടറിയിലേക്ക് വന്നിരുന്നു. ഒപ്പം തന്നെ അവൻ അവിടെയുള്ള എല്ലാ കാര്യങ്ങളിലും അധികാരം കൂടെ നൽകുന്നത് കണ്ടുനിന്ന് എല്ലാവരിലും അത് അത്ഭുതമുള്ള കാഴ്ചയായി മാറിയിരുന്നു. പ്രണവിൻ്റെ അത്യാവശ്യമായി ഓഫീസിൽ വരാൻ പറഞ്ഞുകൊണ്ടുള്ള കോള് കണ്ടതും ഭദ്ര ഋഷിയോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും തിരിച്ചിരുന്നു. ഭദ്ര അവൻ്റെ ക്യാബിൻ്റെ അകത്തേക്ക് വരുമ്പോൾ പ്രണവും വിജിത്തും ഒരാളോട് ചിരിച്ച് സംസാരിക്കുന്നതാണ് കണ്ടത്. തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഭദ്രയ്ക്ക് ആളെ മനസ്സിലായില്ല. ഭദ്രയെ കണ്ടതും പ്രണവ് മുന്നിലേക്ക് ചിരിച്ചുകൊണ്ട് നോക്കി പറഞ്ഞു, ഹാ ഭദ്ര വന്നല്ലോ. അത് കേട്ടതും തിരിഞ്ഞിരുന്നയാൾ വേഗം ചെയറിൽ നിന്നും എഴുന്നേറ്റ് തിരിഞ്ഞതും ഭദ്രയുടെ കണ്ണ് വിടർന്നു. സിദ്ധു എന്ന് വിളിച്ച് ഭദ്ര അവനെ ബലമായി തന്നെ കെട്ടിപ്പിടിച്ചു. ഡാ തെണ്ടി, വിടടാ എന്നെ. നിന്റെ ഉരുക്ക് പോലുള്ള ശരീരം എനിക്ക് താങ്ങില്ലടാ. ഭദ്ര എവിടെ കേൾക്കാൻ, അവൻ തൻ്റെ കൂട്ടുകാരനെ കുറച്ചു നാൾ കഴിഞ്ഞ് കണ്ട സന്തോഷത്തിൽ കുറച്ചുകൂടെ ബലമായി തന്നെ പിടിച്ചു. ഡാ തെണ്ടികളെ, നോക്കി നിൽക്കാതെ കാലിനെ പിടിച്ചു മാറ്റടാ. ഭദ്രയുടെ പിടിയിൽ ശ്വാസമെടുക്കാൻ പാടുപെട്ടുകൊണ്ട് പറയുന്ന സിദ്ധുവിനെ ഭദ്രയിൽ നിന്ന് പ്രണവും വിജിത്തും വേഗം തന്നെ പിടിച്ചു മാറ്റി. നീയൊക്കെ എന്താ പറഞ്ഞ്? ഇവൻ മാറിയെന്നോ? ഞാനിവിടുന്ന് പോകുമ്പോൾ എങ്ങനെ ഉണ്ടോ അതുപോലെ തന്നെ ഉണ്ട്. എനിക്കൊരു മാറ്റവും തോന്നുന്നില്ല. പാവം ആ പെൺകൊച്ച് ഇവനെങ്ങനെ സഹിക്കുന്നോ എന്തോ. സിദ്ധു ഭദ്രയെ നോക്കി പറഞ്ഞു. അതൊക്കെ പോട്ടെ, മോൻ ഇത്രയും ദിവസം എവിടെയായിരുന്നു? വിളിച്ചാലും എടുക്കില്ല, തിരിച്ചു വിളിക്കുമോ അതും ഇല്ല. അതിനു മാത്രം എന്ത് തിരക്കായിരുന്നു നിനക്ക് ഇത്രയും നാള്? പ്രണവ് അവനെ നോക്കി ചോദിച്ചു. അതൊക്കെ ഇന്ന് രാത്രി പറഞ്ഞു തന്നാൽ പോരെ? ഞാൻ വന്നതല്ലേ ഉള്ളൂ. അതിനു മുന്നേ നോൺ സ്റ്റോപ്പ് ഇല്ലാതെ ചോദിച്ച ഞാൻ എന്ത് പറയാനാ? തൽക്കാലം നിങ്ങൾ രണ്ടാളും ഒന്ന് പുറത്തു പോയി. എനിക്ക് ഭദ്രയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ചോദിക്കാനാണോ അതോ പറയാനാണോ? നിങ്ങൾ രണ്ടാളും എന്തോ ഞങ്ങളിൽ നിന്ന് ഒളിക്കുന്നുണ്ടെന്ന് മുന്നേ മനസ്സിലായതാ. ചോദിച്ചാൽ തല പോയാലും നീയൊക്കെ രണ്ടും പറയുകയുമില്ല. പോട്ടെ, ഏതുവരെ പോകുന്നു നോക്കട്ടെ. എന്നായാലും കണ്ടുപിടിച്ചോളാം രണ്ടിൻ്റെയും ഈ ചുറ്റിക്കളി. പ്രണവ് അത് പറഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ വിജിത്ത് സിദ്ധുവിനെ നോക്കി കണ്ണുരുട്ടിയ ശേഷം പുറത്തേക്ക് പോയിരുന്നു. ഭദ്ര സിദ്ധുവിനെ നോക്കി പറഞ്ഞു, നീ എന്തിനങ്ങനെ പറഞ്ഞത്? പ്രണവിന് സംശയം തോന്നിയിട്ടുണ്ടാവും. എന്നായാലും ഇതെല്ലാം അവനും കൂടെ അറിയേണ്ടതല്ലേ. അപ്പം പിന്നെ നോ പ്രോബ്ലം. പിന്നെ ഈ കാര്യം ഇപ്പോൾ തന്നെ പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനവും കിട്ടില്ല. അതാ ഞാൻ എല്ലാ ഡീറ്റെയിൽസും കിട്ടിയതും ഇങ്ങോട്ടേക്ക് ഫ്ലൈറ്റ് കയറിയത്. നീ പറഞ്ഞു വരുന്നത്? ഭദ്ര അവനെ സംശയത്തോടെ നോക്കി. അതെ, നീ സംശയിച്ചത് ശരിയായിരുന്നു. ഇതിനു പിന്നിൽ അയാൾ തന്നെയാണ്.
പക്ഷെ അയാളും ഹരീന്ദ്രനും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളതിനുള്ള ഒരു തെളിവും കിട്ടിയിട്ടില്ല. നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും മരണം മാത്രമല്ല, അശോകങ്കിൽ, സുമിത്രാൻ്റി, ദേവിക ഇവർക്ക് 3 പേർക്കും സംഭവിച്ചത് സൂയിസൈഡല്ല, കൊലപാതകമാണ്. അതുപോലെ തന്നെ പ്രണവിൻ്റെ അച്ഛനും അമ്മയ്ക്കും സംഭവിച്ചിരിക്കുന്നത് ഒരു പ്ലാൻ ആയിട്ടുള്ള ആക്സിഡൻ്റ് മരണവും. നീ എന്താ പറയുന്നത് സിദ്ധു? പ്രണവിൻ്റെ അച്ഛനും അമ്മയ്ക്കും സംഭവിച്ചത് ആക്സിഡൻ്റ് മരണമെന്നോ? അതുപോലെ അശോകങ്കിൽ, ആൻറ്റി, ദേവിക? എനിക്ക് മനസ്സിലാവുന്നില്ല സിദ്ധു, ഒന്ന് തെളിച്ച് പറയുന്നുണ്ടോ നീ? അന്ന് നീയുമായുള്ള മാരേജിന് ഇഷ്ടമല്ലാതെയാണ് ദേവിക മരിച്ചതെന്നല്ലേ കരുതിയത്. പക്ഷേ അങ്ങനെയല്ല, അവളെ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ട് സൂയിസൈഡാക്കി. അന്നത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അയാളുടെ ആൾക്കാരാ മാറ്റിയത്. അതിൻ്റെ ഒറിജിനൽ ഇതിലുണ്ട്. അതും പറഞ്ഞ് കയ്യിലിരുന്ന ഫയൽ ഭദ്രയ്ക്ക് നേരെ നീട്ടുമ്പോൾ അതവൻ വേഗത്തിൽ തുറന്നു നോക്കി. അതിലെ ഓരോ പേപ്പറായി മറിച്ചു നോക്കുമ്പോഴും ഭദ്രയുടെ കണ്ണുകൾ ദേഷ്യത്താലും സങ്കടത്താലും ഈറനണിഞ്ഞു. അവൻ തല ഉയർത്തി സിദ്ധുവിനെ നോക്കി. അതുമാത്രമല്ല, അന്ന് വേദികയുടെ മരണം കണ്ട് മനംനൊന്ത് മരിച്ചു എന്ന് പറഞ്ഞ അങ്കിളിനും ആൻറ്റിക്കും സംഭവിച്ചത് അതുപോലെ തന്നെയുള്ള മരണമായിരുന്നു. അവരുടെ മരണം നടന്ന 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ പേരിലുണ്ടായിരുന്ന എല്ലാ സ്വത്തുക്കളും അശോകങ്കിൽ, സഹോദരിയിലെ അരുന്ധതി, അവരുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അതിൻ്റെയും തെളിവുകളും ഇതിൽ തന്നെയുണ്ട്. ഇതെല്ലാം വന്ന് അവർക്ക് വേണ്ടി ഫേവറായി നിന്നു എല്ലാം ചെയ്തു കൊടുത്ത ആ പോലീസുകാരൻ തന്നെയാണ് പറഞ്ഞത്. അന്നവർ അറിയാതെ അയാളെ തന്നെ എല്ലാത്തിൻ്റെയും ഓരോ കോപ്പി എടുത്ത് കയ്യിൽ വെച്ചിരുന്നു. ചോദിച്ചപ്പോൾ ഈ കേസും കാര്യങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങുമ്പോൾ ക്യാഷ് തട്ടാനാണെന്നാ പറഞ്ഞേ. ആദ്യമൊന്നും അവൻ പറഞ്ഞില്ല. പിന്നെ കൊടുക്കേണ്ടതുപോലെ കുറച്ചു കാലം റെസ്റ്റ് ഇല്ലാതെ കൊടുത്തപ്പോൾ തത്ത പറയും പോലെ പറഞ്ഞതായതൊക്കെ. അവനിപ്പോൾ എവിടെയുണ്ട്? നമ്മുടെ അവിടുത്തെ ഗോഡൗണിൽ തന്നെ പൂട്ടിയിട്ടിട്ടുണ്ട്. ഞാൻ പറയാതെ നമ്മുടെ ആൾക്കാർ അവനെ പുറം ലോകം കാണിക്കില്ല. പിന്നെ പ്രണവിൻ്റെ അച്ഛനും അമ്മയ്ക്കും സംഭവിച്ചത് ആക്സിഡൻ്റ് മരണം തന്നെ, അതും കരുതിക്കൂട്ടി ചെയ്തത്. നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും മരണം, പിന്നെ പ്രണവിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മരണം, ഈ 2 മരണങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കാരണം നിന്റെ അച്ഛനും അമ്മയ്ക്കും ആക്സിഡൻ്റ് ഉണ്ടാക്കിയ അതേ ലോറി തന്നെയാണ് അവരെയും ഇടിച്ചിരിക്കുന്നത്. അതാണ് അവർക്ക് പറ്റിയ തെറ്റും. പക്ഷേ പ്രണവിൻ്റെ അച്ഛനും അമ്മയും കൊന്നത് എന്തിനെന്നുള്ള കാര്യം അതാണ് പിടികിട്ടാത്തത്. എന്തായാലും വെറുതെ വിടില്ല ഞാൻ ആരെയും, കൊല്ലു ഞാൻ എല്ലാത്തിനെയും. ഇത്രയും ചെയ്തിട്ടും ഒന്നും ചെയ്യാത്തവനെ പോലെയുള്ള അയാളുടെ ഈ രീതിയില്ലേ, അത് ഞാൻ വലിച്ചു കീറും. വേണം, പക്ഷെ അതിനു മുന്നേ ഇയാളും ഹരീന്ദ്രനും തമ്മിലുള്ള ബന്ധം എന്തെന്നറിഞ്ഞേ പറ്റൂ. അരുന്ധതി അവരെങ്ങനെ ഇവരുമായി സ്വന്തം ആങ്ങളയെ തന്നെ കൊല്ലാൻ കൂട്ടുനിന്നുവെന്നും. എല്ലാത്തിനുമുള്ള ഉത്തരം അധികം വൈകാതെ കിട്ടും. അതിനു മുന്നേ അവൻ ഹരീന്ദ്രൻ എവിടെയുണ്ടെന്നറിയണം എനിക്കറിയേണ്ട ചില കാര്യങ്ങൾ കൂടെ അറിഞ്ഞ ശേഷം ഞാൻ പോകും അവൻ്റെ കോട്ടയിലേക്ക്. എന്നിട്ട് നേർക്കുനേർ നിന്ന് തന്നെ പകരം ചോദിക്കും എല്ലാത്തിനും. അവൻ്റെ വായിൽ നിന്ന് തന്നെ ഇതിൻ്റെ എല്ലാം ഉത്തരവ് ഞാൻ പറയിപ്പിക്കും. തൽക്കാലം ഇനിയും ഞാൻ ഇവിടെ നിന്നാലേ അവൻ മറിഞ്ഞു വരും. ഞാൻ ചെന്നൊന്ന് ഫ്രഷ് ആവട്ടെ. വൈകിട്ട് നിൽക്കുമ്പോൾ അല്ലേ 3 ആളും? അത് പിന്നെ ചോദിക്കാനുണ്ടോ? നീ വന്നാൽ പിന്നെ ഞങ്ങൾ അവിടെ ആയിരിക്കില്ലേ? ഞാൻ കരുതി പെണ്ണ് കെട്ടിയോണ്ടേ ഭാര്യയെ വിട്ടുവരാൻ ബുദ്ധിമുട്ട് കാണുമെന്ന്. അധികം ഊതല്ല മോനെ, ചിലപ്പോളേ ഞാൻ നിന്നെ പറപ്പിക്കും കേട്ടോ. ഓ ഇല്ലേ, ഞാൻ പോയി, അപ്പം രാത്രി കാണാം. അത്രയും പറഞ്ഞ് സിദ്ധു അവിടെ നിന്ന് പോകുമ്പോൾ അവൻ്റെ ചുണ്ടിൽ പെട്ടെന്നുണ്ടായ ആ പുഞ്ചിരി മാറി ദേഷ്യം നിറഞ്ഞു. അന്നത്തെ ദിവസം ഭദ്രയും വിജിത്തും വീട്ടിലേക്ക് വന്നില്ല. രാത്രിയിൽ കിച്ചൺ ഒതുക്കി വിജയലക്ഷ്മി ഹാളിലെ ലൈറ്റ് ഓഫാക്കി കിടക്കാൻ പോകാൻ തിരിയുമ്പോൾ രുദ്ര താഴത്തെ റൂമിൻ്റെ വാതിൽക്കൽ നിൽപ്പുണ്ടായിരുന്നു. മോളിതുവരെ കിടന്നില്ലേ? കാലിനധികം സ്ട്രെയിൻ കൊടുക്കരുതെന്ന് പറഞ്ഞതല്ലേ ഞാൻ? അതുകൊണ്ടല്ലേ വൈഷുവിനോട് മോൾക്കൊപ്പം വന്ന് കിടക്കാൻ പറഞ്ഞത്. അവളെന്തേ വന്നില്ലേ? വൈഷു വന്നു. പിന്നെന്താ മോള് കിടക്കാഞ്ഞേ? അത് പിന്നെ ഭദ്രയേട്ടൻ അവനിന്ന് വരില്ല, സിദ്ധുമോൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഭദ്രയും വിജിത്തും പ്രണവും അവനൊപ്പം അവൻ്റെ വീട്ടിലായിരിക്കും. അതുകൊണ്ട് മോള് പോയി കിടക്കാൻ നോക്ക്. അത്രയും പറഞ്ഞവർ ഹാളിലെ ലൈറ്റ് അണച്ച് പോകുമ്പോൾ രുദ്ര ഡോറടച്ച് അകത്തേക്ക് വന്നിരുന്നു. രുദ്ര വരുമ്പോൾ ബെഡിൽ കിടന്ന് ഫോണിൽ കളിക്കുകയായിരുന്നു വൈഷു. അവൾ വൈഷുവിൻ്റെ അടുത്തായി വന്നിരുന്നു. ആരേ സിദ്ധു? രുദ്ര വൈഷുവിനെ നോക്കി ചോദിച്ചു. സിദ്ധുവേട്ടനെ പറ്റിയാണോ ഏട്ടത്തി ചോദിച്ചേ? അതിനവളൊന്ന് മൂളി. ആളെപ്പറ്റി ചോദിച്ചെന്താ പറയുക? പരിചയപ്പെടേണ്ട ആൾ തന്നെയാ. നമ്മുടെ കല്യാണി ചെറിയമ്മയില്ലേ, അവരുടെ ചേട്ടൻ്റെ മകൻ. ആ കുടുംബത്തിലുള്ളതിൽ വെച്ച് ഏട്ടനും അച്ഛനും ആൻറ്റിയൊക്കെ പാവമാ. ഒറ്റ മോനാ. ഭദ്രയേട്ടനും പ്രണവേട്ടനും എന്ന ജീവന ആൾക്ക്. അവർക്കും അതുപോലെ തന്നെയാ.
സിദ്ധുവേട്ടൻ ഇടയ്ക്കിടെ എവിടെയെങ്കിലും പോയാൽ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് പൊങ്ങി വരൂ. അന്ന് പിന്നെ ഏട്ടനൊപ്പം ആയിരിക്കും ബാക്കി ആൺപടകളെല്ലാവരും. ഇന്ന് പിന്നെ സിദ്ധുവേട്ടൻ വന്നതുകൊണ്ട് നാളെ രാത്രി നോക്കിയാൽ മതി ഏട്ടനെ. വൈഷു അത് പറയുമ്പോൾ രുദ്ര ഒന്നും മിണ്ടാതെ അങ്ങനെയിരുന്നു. അതെ, ഞാനിന്ന് ഏട്ടത്തിയുടെ മടിയിൽ കിടന്നുറങ്ങിക്കോട്ടെ. വൈഷു അത് ചോദിക്കുമ്പോൾ രുദ്ര ഒരു ചിരിയോടെ അവളെ പിടിച്ച് മടിയിൽ കിടത്തിയിരുന്നു. വൈഷു ഉറങ്ങുന്നത് വരെ രുദ്ര ഒരു കരം കൊണ്ട് അവളുടെ മുടിയിഴകളിൽ തലോടിക്കൊണ്ടിരുന്നു. ഒപ്പം തന്നെ അവൾ ഫോണെടുത്ത് ഭദ്രയുടെ നമ്പർ ഡയൽ ചെയ്തു. മറുകരം കൊണ്ട് ചെവിയോട് ചേർത്തിരുന്നു. എന്നാൽ ഈ സമയം 4 കുടിച്ച് ബോധമില്ലാതെ 7 ഉറക്കം കഴിഞ്ഞിരുന്നു. പിറ്റേ ദിവസം ഭദ്രയെ കാണാത്തതുകൊണ്ട് രുദ്രയുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. എല്ലാവർക്കൊപ്പം ഇരിക്കുമ്പോഴും അവൾക്ക് സന്തോഷമില്ലാത്തതുപോലെ. രാഘവേന്ദ്രയും വരുണും കൂടെ എങ്ങോട്ടോ പോകാൻ ഇറങ്ങുമ്പോൾ രുദ്രയെ കണ്ടിരുന്നു. അവളെ കനപ്പിച്ചൊന്ന് നോക്കിയ ശേഷം രാഘവേന്ദ്രയുടെ പിന്നാലെ തന്നെ ചെന്നിരുന്നു. രുദ്രയ്ക്ക് നേരെ ഒന്ന് ഇരുട്ടിയാൽ മതിയെന്നായി ഭദ്രയെ കാണാൻ. അന്നത്തെ ദിവസം എന്തോ വളരെ പതുക്കെ ചലിക്കുന്നത് പോലെ തോന്നി അവൾക്ക്. രുദ്ര ഫോണെടുത്ത് കയ്യിലെടുത്ത് വീണ്ടും ഭദ്രയെ വിളിച്ചു. എവിടെ? ആള് ഫോണെടുത്തില്ല. ഇന്നലത്തെ പോലെ തന്നെ ഇപ്രാവശ്യവും അവൾക്ക് നല്ല ദേഷ്യം വന്നു. ഫോൺ ബെഡിലിട്ടുകൊണ്ട് അവൾ പറഞ്ഞു, ഇങ്ങ് വരട്ടെ, രുദ്രയെന്ന് വിളിച്ച് ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. അത്രയും പറഞ്ഞ് രുദ്ര ആ റൂമിൽ ഒരു വെരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എന്നാൽ ഭദ്ര ഈ സമയം ഡിസ്പ്ലേയിൽ തെളിഞ്ഞ രുദ്രയുടെ പേര് നോക്കി ഒരു ചിരിയോടെ പിൻസീറ്റിലേക്ക് ചാഞ്ഞിരുന്നു. ഭദ്രയും വിജിത്തും വരുമ്പോൾ മുന്നിൽ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും വൈഷുവും രുദ്രയും ഉണ്ടായിരുന്നു. ശരിക്കും ഇപ്പോൾ പൊട്ടാൻ കണക്കിന് മുഖം വീർപ്പിച്ചു വെച്ച് തന്നെ നോക്കി നിൽക്കുന്ന രുദ്രയെ കാണുമ്പോൾ ഭദ്രയ്ക്ക് ചിരിയാണ് വന്നത്. എന്നാൽ രുദ്രയുണ്ടോ ഭദ്രയെ കൂർപ്പിച്ച് തന്നെ നോക്കി നിന്നു. അതെ, നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, മുത്തശ്ശൻ ഭദ്രയെ നോക്കി പറഞ്ഞു. ഭദ്ര അപ്പോഴേക്കും മുത്തശ്ശന് നേരെ തിരിഞ്ഞു നോക്കി. ലക്ഷ്മി പറഞ്ഞു, നാളെ മോളുടെ വ്രതം തീരുമെന്ന്. നീയും അവൾക്കൊപ്പം അമ്പലത്തിൽ പോകണം. എന്തേ പോകില്ല നീ? അവൾക്കൊപ്പം അമ്പലത്തിൽ പോകാം മുത്തശ്ശ, പക്ഷേ അകത്തേക്ക് ഞാനില്ല. അത് പറ്റില്ല. മോൾക്കൊപ്പം ചേർന്ന് അമ്പലത്തിനുള്ളിൽ കയറി തൊഴുകയും വേണം. അത് പറ്റില്ല മുത്തശ്ശ. എന്താ പറ്റാത്തേ? എല്ലാം എല്ലാവർക്കും അറിയാവുന്നതല്ലേ, പിന്നെന്താ? അതൊന്നും ആരും മറന്നിട്ടില്ല, മറക്കാൻ ആർക്കും കഴിയുകയുമില്ല. പക്ഷേ ഇപ്പം നിന്നെ വിശ്വസിച്ച് വന്ന ഒരാൾ കൂടെ ഉണ്ടെന്ന കാര്യം നീ മറക്കരുത്. നീയായിട്ട് അതിൻ്റെ കണ്ണുനീര് വീഴാൻ പാടില്ല. മുത്തശ്ശൻ അത്രയേ പറയാൻ കഴിയൂ. അത്രയും പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോകുമ്പോൾ അയാൾക്ക് പിന്നാലെ വിജയലക്ഷ്മിയും ചെന്നിരുന്നു. ഭദ്ര തിരിഞ്ഞ് രുദ്രയെ നോക്കി. അവൾ ഭദ്രയെ നോക്കാതെ വൈഷുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, വൈഷു, നീ വരുന്നുണ്ടോ? എനിക്കുറക്കം വരുവാ. ആ ഏട്ടത്തി, വരുവാ. അതും പറഞ്ഞ് ഭദ്രയെ നോക്കി ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് അവൾ പോകുമ്പോൾ ഭദ്ര രുദ്രയെ തന്നെ ഒരു കള്ളച്ചിരിയോടെ നോക്കി നിന്നു. എന്നാൽ രുദ്ര അവനെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് വാതിൽ കൊട്ടിയടച്ചു. എന്നാൽ ഭദ്ര ആ ചിരിയോടെ തന്നെ മുകളിലേക്ക് കയറി ചെന്നു. രാവിലെ രുദ്ര അമ്പലത്തിൽ പോകാൻ ഇറങ്ങി വരുമ്പോൾ ഭദ്ര രാവിലെ തന്നെ എന്തോ അത്യാവശ്യമായി പോയെന്നറിയുമ്പോൾ അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. ഭദ്രയില്ലാതെ അമ്പലത്തിൽ പോകുന്നില്ലെന്ന് പറഞ്ഞതും വിജയലക്ഷ്മി അവളോട് പോയി വ്രതം മുറിച്ചിട്ട് വരാൻ തന്നെ പറഞ്ഞു. കാരണം ഭദ്രയെ നോക്കിയിരുന്ന ഇതൊന്നും നടക്കില്ലെന്ന് അവർക്കറിയാമായിരുന്നു. വിജിത്തും വൈഷുവും ചേർന്നാണ് രുദ്രയെ അമ്പലത്തിലേക്ക് കൊണ്ടുപോയത്. എന്നാൽ കുറേ ദൂരം ചെന്നതും പിന്നിലിരുന്ന വൈഷു ഒരു തുണി കൊണ്ട് രുദ്രയുടെ കണ്ണുകൾ കെട്ടി. രുദ്ര കാറിൽ ഇരുന്നു കൊണ്ട് തന്നെ തുണി അഴിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. നീ ഇതെന്താ വൈഷു കാണിക്കുന്നേ? എൻ്റെ ഏട്ടത്തി, ഒന്ന് അടങ്ങിയിരുന്നേ, ഇല്ലെങ്കിൽ ഏട്ടത്തിയാണെന്ന് നോക്കാതെ ചവിട്ടിക്കൂട്ടി പുറത്തിടും ഞാൻ, പറഞ്ഞേക്കാം. കുറേ ദൂരം ചെന്നതും കാറിൽ നിന്ന് രുദ്ര മുന്നിൽ നടക്കുന്നത് കാണാൻ കഴിയാതെ ചോദിച്ചു, ഇതെവിടെയാ? എന്തിനാ വണ്ടി നിർത്തിയേ? അമ്പലത്തിലെത്തിയോ നമ്മൾ? എൻ്റെ ഏട്ടത്തി, ഒന്ന് സമാധാനപ്പെട്. ഏട്ടത്തിയുടെ ചോദ്യം കേട്ടാ നമ്മളെന്തോ കൊല്ലാൻ കൊണ്ടുവന്നതുപോലെയാണല്ലോ. രുദ്രയെ കാറിൽ നിന്നും ഇറക്കിക്കൊണ്ട് വൈഷു പറയുമ്പോൾ അതിനുള്ള മറുപടി വിജിത്താണ് നൽകിയത്. നീ കൂടെ ഉള്ളത് കൊണ്ടാണ് ഏട്ടത്തി അങ്ങനെ പറഞ്ഞത്. നിന്റെ കൂടെ വരുന്നതും കാലനെ കാണുന്നതും ഏട്ടത്തിക്ക് ഒരുപോലെ തോന്നിയിട്ടുണ്ടാവും. വിജിത്ത് അത് പറയുമ്പോൾ വൈഷു അവനെ നോക്കി പല്ല് കടിച്ചു. അധികം ബലത്തോടെ കടിക്കാതെ, ചിലപ്പോൾ പൊട്ടിപ്പോകും. അപ്പോഴേക്കും ഓപ്പോസിറ്റ് ഒരു കാറ് വന്നു നിന്നിരുന്നു. രണ്ടുപേരും ചേർന്ന് രുദ്രയെ ആ കാറിലേക്ക് പിടിച്ചിരുത്തി. അതിലേക്ക് കയറിയതും തന്നെ ഭദ്രയുടെ സാമീപ്യം അവൾ അറിഞ്ഞു. പെട്ടെന്ന് തന്നെ അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. അത് ഭദ്രയിലേക്കും പടർന്നിരുന്നു.